ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ എക്സാമിൻ്റെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിലൊരു ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാണ്. അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചേഴ്സിൻ്റെ ക്ലസ്റ്ററൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു മാച്ച് ദ ഫോളോയിങ്സ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻമേം പൂർണ്ണ രൂപസേ സഹി വികൽപ്പ് കോൺസാഹേ, തന്നിട്ടുള്ളവയിൽ പൂർണ്ണ രൂപത്തിൽ ശരിയായ വികൽപ്പ് ഏതാണെന്നാണ്. അപ്പൊ പൂർണ്ണ രൂപസേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ആൻസർ പൂർണ്ണ രൂപത്തിൽ തന്നെ എഴുതണം. ഓപ്ഷന്റെ ഹെഡിങ് മാത്രം എഴുതിയാൽ പോരാ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? അപ്പോൾ ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. ഗ്രാമീണിനെ മന്ദിർ കാ ദർവാസ ഗോൾ ദിയ, पागल आदमी ने लेग के हाथ में सिक्का रख दिया, लेग के साथी छोटू ने खाने के लिए घाക്കട്ട് बनाया. അപ്പോൾ ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ആൻസർ ഷീറ്റിൽ എങ്ങനെ അതിന്റെ ഉത്തരം എഴുതണം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പൂർണ്ണ രൂപത്തിൽ നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്, ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഖ ഖ ഗംഗ, 4 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3ാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കറക്റ്റ് ഖ എന്ന ഹെഡിങ്ങും പിന്നെ ച ധ ഛ ഥ ജ ഈ 3 എണ്ണം എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫുൾ 3 മാർക്ക് കിട്ടുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഹെഡിങ് ഘ എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ക്ലസ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ആ ഫുള്ളായിട്ടുള്ള ഓപ്ഷൻ എഴുതിയിരിക്കണം എന്നാണ് കേട്ടോ.